ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് ചിക്കൻ ലോലിപോപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ചിക്കൻ ലോലിപോപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് ആദ്യം നോക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്ക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില. പിന്നെ ഞാൻ 2 പൊട്ടാറ്റോ കുക്ക് ചെയ്തിട്ട് നന്നായി ഉടച്ച് വെച്ചതും 250 ഗ്രാം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതുമാണ്. ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. നമുക്ക് ഇനി കുക്ക് ചെയ്ത് വെച്ച പൊട്ടാറ്റോയിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കുട്ടികൾക്കൊക്കെ ഇത് വലിയ ഇഷ്ടമായിരിക്കും, ലോലിപോപ്പ് ആയത് കാരണം. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം ബോൾസ് ആക്കി എടുക്കാൻ പോവുകയാണ്. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് കൈവച്ചിട്ട് ഇതിങ്ങനെ ഓരോരോ ഉരുളയാക്കി എടുക്കാം. ഇങ്ങനെ വേണം ഓരോന്നായിട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടെ വേണം, കുറച്ച് റസ്ക് പൊടിയും കൂടെ വേണം. അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ. നമുക്ക് ഓരോരോ ബോളും ഇതിലിങ്ങനെ കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ റസ്ക് പൊടിയിലെല്ലാം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്ത് ഇങ്ങനെ കുത്തി കൊടുക്കാം. മൊത്തത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, ഇതെല്ലാവർക്കും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ലോലിപോപ്പ് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് കോരിയെടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി എല്ലാം ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ലോലിപോപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാണ്. കുറച്ച് സോസ് കൂട്ടിയിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.